മോളെ 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 എനിക്ക് മാപ്പ് തരണം. ഗോമതി, നിന്റെ അമ്മേ, ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത് നീ കുട്ടിയെ മോഷ്ടിച്ചോണ്ട് പോയതിനല്ല. പിന്നെ കുറ്റബോധം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നീ ഇവിടെ കാല് പിടിക്കാൻ തുനിഞ്ഞതിന്. ഇവള് നിന്നെ ചേച്ചി എന്നല്ലടി വിളിക്കുന്നത്. എന്ത് ലാഭത്തിന് വേണ്ടിയായാലും നീ ഇവളുടെ കാല് പിടിച്ച് ഇവൾക്ക് ദോഷം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? അമ്മേ, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് പോയി ശ്വാസം കിട്ടാതെ നീ മരിച്ചു പോയാലോ? എന്തായാലും നിന്നെ പെട്ടെന്ന് കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. നീ എന്താടി പറഞ്ഞേ? ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ് നീ ഇതൊക്കെ കാണിച്ചതെന്ന് അല്ലേ? സ്നേഹത്തിന് വേണ്ടി ഇതാണോ നീ കാണിക്കുന്നത്? ഒരബദ്ധം പറ്റിപ്പോയമ്മേ. ഇതിന്റെ പേര് അബദ്ധമെന്ന് അല്ല, തല്ലുള്ളി തരുവാ. സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷ ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാ. നീ സന്തോഷിച്ചാലേ ഇല്ലെങ്കിലും നിനക്ക് തരാനുള്ളത് ഞാൻ തരും. മൂക്കിക്കൊണ്ട് നിൽക്കാതെ പോയി ചായ ഇട്ടോണ്ട് വാടി. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ചായ വേണം. ഇനി ഇതിന്റെ പേരിൽ ഒരു വിധിയും വിചാരണയൊന്നും വേണ്ട. അവൾ ഇങ്ങനെയൊക്കെ ആകാൻ കാരണമേ നീയാ. ഞാനോ? സംശയം എന്താ? എടി, നീ നന്നാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിക്കോ, പക്ഷേ അത് മറ്റുള്ളവരുടെ ചങ്ക് കുത്തിപ്പറിച്ചുകൊണ്ടാവരുത്. പുതിയ വഴിയിലൂടെ നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ ഒപ്പം ചേർത്ത് നടക്കണം. അല്ലാതെ അവരെ പിന്നിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തനിയെ പോകരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആ